നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മഴ ഭീഷണി ഒഴിയുകയാണ്. ഇന്ന് 2 ജില്ലകളിൽ മാത്രമാണ് നേരിയ മഴയ്ക്കെങ്കിലും സാധ്യത ഉള്ളത്. പത്തനംതിട്ട, ആലപ്പുഴ ജില്ലയിലാണ് മഴ സാധ്യത ഉള്ളത്. അതേസമയം കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് 5/3/2026 ഇന്ന് മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സംസ്ഥാനത്ത് പൊതുവെ ചൂട് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. ഉയർന്ന ചൂട്, സൂര്യാഘാതം, സൂര്യാതാപം, നിർജ്ജലീകരണം തുടങ്ങി നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പൊതുജനങ്ങൾക്കായി പുറപ്പെടുവിക്കുന്ന ചില ജാഗ്രതാ നിർദ്ദേശങ്ങൾ നിങ്ങൾ കേൾക്കേണ്ടതുണ്ട്. കേരളത്തിൽ ചൂട് കൂടുകയാണ്. പല ജില്ലകളും ചുട്ടുപൊള്ളുന്നു. അതുകൊണ്ട് തന്നെ ആശ്വാസ മഴ പെയ്യാൻ സാധ്യതയുണ്ടോ എന്നാണ് എല്ലാവരും അന്വേഷിക്കുന്നത്. എന്നാൽ സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യതയില്ല എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. ഇന്ന് 2 ജില്ലകളിൽ മാത്രമാണ് മഴ അലർട്ട് ഉള്ളത്. നേരിയ മഴ സാധ്യത മുൻനിർത്തി പത്തനംതിട്ട, ആലപ്പുഴ എന്നിവിടങ്ങളിൽ ഗ്രീൻ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം നാളെ മാർച്ച് 6-ാം തീയതി ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട് എന്നീ ജില്ലകളിൽ ഗ്രീൻ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം മലപ്പുറം, കോഴിക്കോട് അതിർത്തി പ്രദേശങ്ങളിൽ ചാറ്റൽ മഴയ്ക്ക് സാധ്യതയുണ്ട്. കോഴിക്കോട്, താമരശ്ശേരി, അടിവാരം, ചുരം മേഖലകളിൽ ചാറ്റൽ മഴ ലഭിച്ചേക്കും. മലപ്പുറം ജില്ലയുടെ നിലമ്പൂർ ഭാഗം, തിരുവനന്തപുരം, കൊല്ലം ജില്ലകളുടെ കിഴക്കൻ മേഖല, തൃശൂർ ജില്ലയുടെ അതിരപ്പള്ളി ഭാഗം എന്നിവിടങ്ങളിലാണ് മഴ സാധ്യത ഉള്ളത്. മഴയോടൊപ്പം ഇടിമിന്നലിനും സാധ്യത ഏറെയാണ്. പകൽ 11 മണി മുതൽ 3 മണി വരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ കൂടുതൽ സമയം തുടർച്ചയായി സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കുക. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. അൾട്രാവയലറ്റ് സൂചിക ആശങ്ക ഉയർത്തുന്നുണ്ട്. ഇടുക്കി, മൂന്നാറിൽ UV സൂചിക 8-ൽ ആയതിനാൽ ഓറഞ്ച് അലേർട്ടാണ് നൽകിയിട്ടുള്ളത്. കൊട്ടാരക്കര, കോന്നി, ചെങ്ങന്നൂർ, ചങ്ങനാശ്ശേരി, കളമശ്ശേരി, ഓലൂർ, തൃത്താല, പൊന്നാനി, ബേപ്പൂർ, മാനന്തവാടി എന്നിവിടങ്ങളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പകൽ തൃശൂരിൽ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലും കൊല്ലം ജില്ലയുടെ പുനലൂർ ഉൾപ്പെടുന്ന ഉൾനാടൻ മേഖലകളിലും ചൂട് 36 ഡിഗ്രി മുതൽ 39 ഡിഗ്രി വരെ അനുഭവപ്പെട്ടേക്കാം. പാലക്കാടാണ് ഏറ്റവും കൂടുതൽ ചൂട് എന്ന് പ്രതീക്ഷിക്കുന്നത്. കണ്ണൂർ ജില്ലയുടെ കിഴക്കൻ മേഖലകളിലും 37 ഡിഗ്രി വരെ എത്തും. കോഴിക്കോട് ജില്ലയിലും മലപ്പുറം ജില്ലയുടെ തീരത്തെ ഉൾനാടൻ അപേക്ഷിച്ച് ചൂട് കുറവായിരിക്കും. ആരോഗ്യത്തിൽ വലിയ ശ്രദ്ധ വേണമെന്നുകൂടി എടുത്തു പറയുന്നു. ദീർഘസമയം സൂര്യപ്രകാശം ഏൽക്കുന്നത് സൂര്യാഘാതം, ചർമ്മരോഗങ്ങൾ, കണ്ണുരോഗങ്ങൾ, മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് കാരണമായേക്കാം. പ്രത്യേകിച്ചും അൾട്രാവയലറ്റ് കിരണങ്ങൾ കൂടുതൽ പതിക്കുന്ന രാവിലെ 10 മുതൽ വൈകിട്ട് 3 വരെയുള്ള സമയങ്ങളിൽ സൂര്യാഘാതം, ദാഹം, ക്ഷീണം തുടങ്ങി പ്രശ്നങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കുട്ടികൾ, മുതിർന്നവർ, ഗർഭിണികൾ, പുറം ജോലിയിൽ ഏർപ്പെടുന്നവർ എന്നിവർ കൂടുതൽ ശ്രദ്ധ പുലർത്തുക. കുടിവെള്ളം കയ്യിൽ കരുതുക, ലഘുവസ്ത്രങ്ങൾ ധരിക്കുക, തലയും കണ്ണും സൂര്യപ്രകാശത്തിൽ നിന്നും മറയ്ക്കുക, കണ്ണാടി ഉപയോഗിക്കുക എന്നിങ്ങനെ സുരക്ഷാ നടപടികൾ സ്വീകരിക്കാവുന്നതാണ്. എന്തായാലും സുരക്ഷാ നടപടികൾ കൃത്യമായി സ്വീകരിച്ചുകൊണ്ട് നീക്കങ്ങൾ കൃത്യമായി തന്നെ നടത്തുക എന്ന് വ്യക്തമാക്കുകയാണ്.